ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്നിവിടെ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, എൻ്റെ ഒരു 28 ഡേയ്സ് കൊണ്ടുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം വേറൊന്നുമല്ല, മടിച്ച് നിൽക്കുന്ന യൂട്യൂബേഴ്സ്, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ശരിക്കും ചെയ്യുന്നത്. കാരണം ഞാൻ ഏകദേശം ഒരു 2022 ആ ഒരു കാലഘട്ടത്തിലാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അന്നൊരു വീഡിയോ ഇട്ടിട്ടുള്ള അല്ലാതെ പിന്നെ ഇന്ന് വരേക്കും ഈ 24 അത് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആ ഒരു മാസത്തിൽ വരുന്നവരൊക്കെ വരയ്ക്കും ഞാൻ ഒരു വീഡിയോ പോലും യൂട്യൂബ് ചാനലിനകത്ത് ഷെയർ ചെയ്തിട്ടില്ല. കാരണം വേറൊന്നുമല്ല, ശരിക്കും എനിക്ക് പേടിയായിരുന്നു സോഷ്യൽ മീഡിയയിലോട്ട് വരാനായിട്ടുള്ളൊരു ചെറിയ പേടിയൊക്കെ തന്നെയായിരുന്നു. ചെറിയല്ല, നല്ല പേടി തന്നെയായിരുന്നു. ആൾക്കാരെങ്ങനെ എന്ത് പറയും, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാഡ് കമൻസ് ഇടുമോ, അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർ എന്ത് പറയും എന്നൊക്കെയുള്ള ഒരു ചെറിയ ടെൻഷൻ, നല്ല പേടി, ഇതൊക്കെ കൊണ്ട് തന്നെയായിരുന്നു അന്ന് പോലെ പേടിച്ച് മാറി നിന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ തന്നെ എടുത്ത് നോക്ക്, ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അച്ഛനും അമ്മയും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്ന, ഇൻസ്റ്റ പേജ് ഉണ്ടാക്കുന്ന, അവർക്ക് പോലും അറിയാതെ അവർ അച്ഛനും അമ്മയും എന്തോരം ഫോളോവേഴ്സും ഒക്കെയാണ് ആക്കി മാറ്റിയെടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? അപ്പം നമുക്കും പറ്റും എന്നുള്ളത് ആൾക്കാർ എന്തെങ്കിലും പറയുമോ എന്നുള്ള ഒരു പേടിയാണ്. അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്ന ആൾക്കാർ എന്തെങ്കിലും നമ്മളെക്കുറിച്ച് പറയുമോ എന്നൊക്കെ ഉള്ളൊരു പേടി തന്നെയാണ് നമ്മളെ ഇങ്ങനെ ബാക്കിലോട്ട് അടിക്കുന്നതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെക്കുറിച്ച് പറയുന്നവർ പറഞ്ഞോട്ടെ, അവരെന്തും പറഞ്ഞോട്ടെ, അവരുടെ പറച്ചിലും അവരുടെ വിചാരങ്ങളൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിപ്പോൾ നമ്മളിത് തുടങ്ങിയാലും, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും ഇല്ലെങ്കിലും പറയാനുള്ളവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുമല്ല, അവർക്കിപ്പം ഒരു നെക്സ്റ്റ് ഒരു വിഷയം കിട്ടുമ്പോഴത്തേന് അവരതിനകത്തോട്ടങ്ങ് പോവും, അല്ലാതെ ഇത് പിടിച്ചുകൊണ്ടിരിക്കത്തൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പേടിച്ചിരിക്കുന്നത് നമ്മളല്ല വിഡ്ഢികളാവുന്നത്, ശരിക്കും നമ്മൾ തന്നെയാണ് വിഡ്ഢികളാവുന്നത്. അപ്പോൾ എനിക്ക് ഈ പുതിയ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷേ മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ പേടി കാരണം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരെന്ത് പറയും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ യൂട്യൂബിലോട്ട് വരിക. അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 10-28 ദിവസമായിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷൻ, അതായത് എനിക്കിപ്പം ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇത്ര വലിയ ഫോളോവേഴ്സ് ആവും, അല്ലെങ്കിൽ എനിക്ക് വീഡിയോസ് എല്ലാം ഭയങ്കര ചിലപ്പം സംഭവമായി മാറും, അങ്ങനെയുള്ള ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടത്തോടു കൂടി നിങ്ങളുടെ ഒരു സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിരാശപ്പെടേണ്ടി വരത്തില്ല. അതല്ല, നിങ്ങൾ ഒരുപാട് ഓവർ എക്സ്പെക്റ്റേഷനൊക്കെ വെച്ചിട്ടാണ് യൂട്യൂബിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മതി എന്നൊക്കെ ഒരു തോന്നൽ വരും. ശരിക്കും ഞാനൊന്നും സത്യത്തിൽ ഓരോ എക്സ്പെക്റ്റേഷനും വെച്ചിട്ടില്ല. എൻ്റെ ഒരു സ്വന്തം, കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗം, അല്ലെങ്കിൽ വലിയ യൂട്യൂബേഴ്സിനൊക്കെ കണ്ടിട്ട് കണ്ടൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനൊക്കെ കണ്ട് ആ ഒരു ചിന്താഗതിയോട് കൂടി ഇപ്പം ഒരുപാട് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ അത് മേടിക്കാം, ഇതിനകത്തുനിന്ന് കിട്ടുന്ന ക്യാഷ് അങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി വരാതെ, നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തോടു കൂടി നിങ്ങളുടെ കുറച്ച് പാഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്നതൊക്കെ കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി ആയിട്ട് ഇടുക. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും, ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ കൂടുതലും വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു എയിം എന്ന് പറയുന്നതും ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നു. കുറേ ഇപ്പം ഈ 28 ദിവസത്തിനകത്ത് സംതിങ് 58 സബ്സ്ക്രൈബേഴ്സായി. അല്ലാതെ ഇനി എനിക്ക് അതിനെ സബ്സ്ക്രൈബർ ഉണ്ടാക്കണം എന്നും പറഞ്ഞ് ഞാൻ അതിനകത്ത് പൈസ മുടക്കാനോ, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പരസ്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ ആ ഒരു അകത്തോട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. അപ്പം അങ്ങനെയുള്ള വഴികളൊന്നും നിങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. നമ്മൾ ഈ പെട്ടെന്ന് കാശുണ്ടാക്കണം, ഈസി വേയിൽ കാശുണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് തന്നെ ആയാലും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശിനെ ശരിക്കും അതിന് വാല്യൂ ഉണ്ടാവത്തുള്ളൂ. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരികയാണ്.
അതിന് എന്നും വാല്യൂ ഉണ്ടാകത്തുള്ളൂ. അപ്പം നിങ്ങൾ ആ ഒരു ക്യാഷ് എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും യൂട്യൂബിനകത്തോട്ട് വരാതിരിക്കുക. അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് നാളെ തന്നെ ആവും, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടാവും, അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വെക്കണ്ട. നിങ്ങൾ ആവുമ്പോൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു പാഷൻ എന്ന നിലയിൽ വേണം നിങ്ങൾ യൂട്യൂബിലോട്ട് വരുന്നെങ്കിൽ അങ്ങനെ വരാവൂ എന്നാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഞാനൊരു ചെറിയ സിമ്പിൾ ഒരു കാര്യം പറയാം. നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ കോൺടാക്ട്സ് ഉണ്ടാവും. ഇപ്പം എൻ്റെ ഫോണിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 900 പേരോളം കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു 10-800 പേർക്കെങ്കിലും എന്തായാലും വാട്സപ്പും ഉണ്ടാവും. ഞാൻ പലപ്പോഴും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എൻ്റെ വാട്സപ്പിനകത്ത്, യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒരാൾ പോലും ഏകദേശം ഒരു കുറേ ആൾക്കാർ എൻ്റെ സ്റ്റാറ്റസൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയോ അല്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നോ ഒരു മെസ്സേജ് പോലും ആരും അയക്കാറില്ല. അപ്പം ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കോട്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ആരുടെ അടുത്തും പോയിട്ടുമില്ല. എനിക്ക് കൃത്യമായി അല്ലെങ്കിൽ എനിക്ക് ഉറപ്പുള്ള 10 പേര് അത്രയും കാണത്തുള്ളൂ, 10 പേരെ ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. കാരണം എന്തിനാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് അത് അൺസബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ ഇടുന്ന വീഡിയോ കണ്ട് വരുന്ന ഫോളോവേഴ്സ് മതിയെന്നേ, ആ ഒരു ജെന്യുവൻ ഫോളോവേഴ്സ് മതിയെന്ന് നമ്മൾ തീരുമാനിക്കണം. അന്നേരം അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് പോസിറ്റീവ് വേയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ശരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു വിഷമമൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ നിരാശ ഉണ്ടാകത്തില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടൈമിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകണം, പിന്നെ വൈകിട്ടൊരു 5-6 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ജോലി കഴിയുന്നത്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ഷോർട്ട് വ്ളോഗ്സൊക്കെ ഇടാവുന്നുള്ളതല്ലാതെ എനിക്ക് അങ്ങനെ വലിയതായിട്ടൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗൊന്നും എനിക്ക് ചെയ്തിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഇതിൻ്റെയൊക്കെ പിറകെ ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരാൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, വീഡിയോ എടുത്ത് സഹായിക്കാനും ഒക്കെ നല്ലപോലെ നമുക്കൊരു സപ്പോർട്ട് വേണം. എന്നെ സംബന്ധിച്ച് സത്യത്തിൽ അങ്ങനെ ഒരു സപ്പോർട്ടൊന്നും എനിക്കില്ല. അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ കണ്ടൻറ്റുകളും എൻ്റെ മുന്നിൽ പോകുന്ന ഡെയിലി ലൈഫിനകത്തുള്ള ചെറിയ ചെറിയ ഷോർട്ട് വ്ളോഗ്സുകളൊക്കെ ചെയ്തു പോകാനേ എനിക്കിപ്പോൾ പറ്റത്തുള്ളൂ. മക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവരെന്നെ നല്ലപോലെ സപ്പോർട്ടൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് എനിക്ക് ശരിക്കും ഇതിനകത്തോട്ട് വരാനുള്ളൊരു ഇത് തന്നെ ഉണ്ടായത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വരത്തില്ലായിരുന്നു, ഇപ്പോഴും ഞാൻ പേടിച്ചൊക്കെ ഞാൻ നിന്നേനെ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ മടിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിനകത്ത് വേറൊരു മെയിൻ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്കിപ്പോൾ ആ തുടക്കത്തിൽ നമ്മളിപ്പോൾ യൂട്യൂബിനെ കുറിച്ച് നമുക്കൊന്നും അറിയത്തുണ്ടാവത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വ്ളോഗുകളും കണ്ടൻറ്റുകളും ഷോർട്സൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് യൂട്യൂബിനകത്ത് തന്നെ ചെക്ക് ചെയ്ത് നമുക്ക് തന്നെ പഠിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ശരിക്കും ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചത്, അല്ലാതെ ആരും വന്ന് പറഞ്ഞു തന്നോ ഒന്നുമല്ല. നമുക്ക് തോന്നുന്ന സംശയങ്ങളല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണുന്ന വീഡിയോസിനകത്ത് നമ്മുടെ ഫോണിനകത്ത് എവിടെയൊക്കെയാണ് ആ സെറ്റിങ്സ്, അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്, എഡിറ്റിംഗ് ആപ്പ്, ഇതെല്ലാം യൂട്യൂബിനകത്ത് തന്നെ അവൈലബിൾ ആണ്. അപ്പം എനിക്കറിയില്ല എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ യൂട്യൂബിനകത്തുനിന്ന് തന്നെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനകത്തുനിന്ന് തന്നെ കിട്ടും. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് മടിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ മടിച്ചൊന്നും നിൽക്കണ്ട, നിങ്ങൾക്കും കയറി വരാം. നിങ്ങൾ ചിലപ്പം നമുക്കറിയാൻ പറ്റത്തില്ല, നമ്മുടെ ലക്കിന് ചിലപ്പോൾ നമ്മൾ ചെയ്ത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്കായി, പെട്ടെന്ന് തന്നെ 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ ഒക്കെ വലിയ ഫോളോവേഴ്സൊക്കെ ആയിട്ടുള്ള ചാനൽ ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും വീഡിയോയിലേക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മുന്നേ കൂട്ടി ഇങ്ങനെയാവും അല്ലെങ്കിൽ അങ്ങനെ ആകും എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മുന്നോട്ട് വരിക,
മുന്നോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു ഇഷ്ടത്തോടു കൂടി വരണമെന്നേ ഞാൻ പറയത്തുള്ളൂ. വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും എയിം ചെയ്ത് വരണ്ട. നിങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടാവണം, ഇഷ്ടത്തോടു കൂടി തന്നെ വരണം. പിന്നെ കുറച്ച് സമയം ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം കൂടി ഉള്ള ആളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ രാവിലെ വീഡിയോ എടുത്ത് ഓഫീസിലൊക്കെ പോയിട്ട് വൈകിട്ട് വന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ആണ് വോയിസ് ഓവറൊക്കെ ചെയ്യാനിരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പം ഇതിനു വേണ്ടി സപ്പോർട്ടിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആരെങ്കിലും ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ, സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര കുറച്ചും കൂടെ ഈസി ആവും. അപ്പം പുതിയതായിട്ട് വരാനിരിക്കുന്ന യൂട്യൂബേഴ്സിനൊക്കെ മടിച്ച് നിൽക്കാതെ കയറി വരിക. പിന്നെ ഒരുപാട് എനിക്ക് അടുത്തൊരു കാര്യം എന്താണ്, ഒരുപാട് ക്യാഷ് ഒന്നും മുടക്കി ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊന്നും നിങ്ങൾ യൂട്യൂബിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഒന്നും തന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ആകെ കൂടി അത് പിന്നെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നൊരു റിംഗ് ലൈറ്റാണ്. അത് മാത്രമേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് ഇപ്പം സ്പെൻഡ് ചെയ്തതും അല്ലാതെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അല്ലാതെ ഓവറായിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഗ്രാജുവലി ചെയ്താൽ മതി. കാര്യം ആദ്യമൊക്കെ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും ആവുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കര നിരാശ ഉണ്ടാവും. ആ നിരാശയിലോട്ട് പോകാതെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഗ്രോ ചെയ്ത് നല്ല രീതിയിലോട്ട് പോകാനായിട്ട് കഴിയും. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യും. പക്ഷെ അതിനുള്ള ക്ഷമ വേണം, അതിനുള്ള ഒരു ടൈമും വേണം. അതാണ് മെയിനായിട്ട് എനിക്ക് പുതിയ യൂട്യൂബേഴ്സ് വരാനിരിക്കുന്ന അല്ലെങ്കിൽ മടിച്ച് നിൽക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്. അപ്പം ബൈ, ടേക്ക് കെയർ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.